ഹലോ, വെൽക്കം ടു റംഷി വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നാലാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മുട്ട കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ക്രീമി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ അസ്ര നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കിച്ചണിലേക്ക് വന്നത്. അപ്പോൾ ഇതുപോലൊരു മാവ് നേരത്തെ തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് കുഴച്ച് വെച്ചതെന്നുള്ളത് കാണിച്ചു തരാം. 3/4 കപ്പ് ഇളം ചൂടുള്ള പാലിൽ 3/4 ടീസ്പൂൺ ഈസ്റ്റും 1.5 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക ആദ്യം. അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ പൊടിയായിട്ടുള്ള ഈസ്റ്റ്. അത് നേരിട്ട് ഇൻസ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പെട്ടെന്ന് ആക്റ്റീവായിട്ട് കിട്ടുന്ന ഈസ്റ്റാണ് കേട്ടോ. അപ്പോൾ നേരിട്ട് പൊടിയിലേക്ക് ചേർത്താലും മതി. പക്ഷെ ഞാനിവിടെ ഒരു പാലിൽ 5 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിന് പകരം ആ വലിയ കടുക് പോലെ ഉണ്ടാവില്ലേ, തരിതരിയായിട്ടുള്ള അതുപോലെയുള്ള ഈസ്റ്റ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതാണെങ്കിൽ ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി. ഇതൊരു 5 മിനിറ്റ് വെക്കുന്നുള്ളൂ കേട്ടോ. അത് 15 മിനിറ്റ് വെക്കണം. അപ്പോൾ ഈസ്റ്റ് എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി പഞ്ചസാര എടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതൊരു 5 മിനിറ്റ് നേരം ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. പിന്നെ പാലെടുക്കുമ്പോൾ ഇളം ചൂടുള്ള പാൽ തന്നെ എടുക്കണം. നല്ല ചൂടുള്ളതോ തണുത്തതോ എടുക്കാൻ പാടില്ല. ഇനി 1.5 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ചേർത്തിട്ട് ഈ 1.5 കപ്പ് മൈദയിലേക്കാണ് കേട്ടോ ഞാനിവിടെ 3/4 ടീസ്പൂൺ ഈസ്റ്റും 1.5 ടീസ്പൂൺ പഞ്ചസാര എടുത്തത്. ഈ 1.5 കപ്പ് മൈദയിലേക്ക് 2 വലിയ സ്പൂൺ ഓയിൽ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഇപ്പോൾ പാം ഓയിലാണെങ്കിലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ വേണ്ട. എന്നിട്ട് ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം എടുത്തു വെച്ച ആ ഒരു പാലിൻ്റെ മിക്സില്ലേ അത് ചേർത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 3/4 കപ്പ് പാല് 1.5 കപ്പ് മൈദക്ക് കറക്റ്റായിരുന്നു. കുറച്ച് പോലും ബാക്കി ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ട് നല്ല പോലെ കുഴച്ച് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിത് എത്രത്തോളം സോഫ്റ്റാക്കി എടുക്കുന്നു അത്രത്തോളം നമ്മുടെ സ്നാക്കും നല്ല പോലെ സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ടൊരു ബൗളിൽ കുറച്ച് എണ്ണ ഒന്ന് തടവിയതിന് ശേഷം ഈ മാവ് അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ മാവിൻ്റെ മുകളിലും കുറച്ച് എണ്ണ ഒന്ന് പുരട്ടി കൊടുക്കുക. ഇനി ഇതൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അങ്ങനെ കുഴച്ച് വെച്ച മാവാണ് കേട്ടോ നിങ്ങൾ നേരത്തെ കണ്ടത്. ഇനി ആ ഒരു സ്നാക്കിലേക്ക് 3 കോഴിമുട്ട വേണം. അപ്പോൾ അത് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് തൊലി പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി തലേന്നത്തെ കുറച്ച് പത്തിരി പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം ചുട്ടെടുക്കുകയാണ് കേട്ടോ. ആകെ കുറച്ചുള്ളൂ. പിന്നെ പത്തിരി കുറച്ച് പുറത്തുനിന്ന് വാങ്ങാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഇന്ന് ഫുള്ള് തട്ടിക്കൂട്ടാണ് കേട്ടോ. തലേന്നത്തെ കുറച്ച് കറിയും ഉണ്ട്, തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി. പിന്നെ നമ്മൾ മസാല പുരട്ടി വെച്ച ആ ഒരു ചിക്കനും ഉണ്ട്, അത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. പത്തിരി ചുട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ മണിക്കുട്ടനും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ആദ്യം തന്നെ, പിന്നെ ആകെ കുറച്ചുള്ളല്ലോ, അതങ്ങോട്ട് റെഡിയാക്കി വെക്കുകയാണ്. പിന്നെ ലേഡീസ് പ്ലാന്റിലേക്ക് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഇതൊക്കെ ഇങ്ങോട്ട് റെഡിയാക്കി വെച്ചാൽ പിന്നെ അത് മാത്രം തിരിഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ പത്തിരി ചുടൽ കഴിഞ്ഞപ്പോൾ ആ ഫ്രൈ പാനിലേക്ക് തന്നെ ഫ്രീസറിൽ നിന്ന് രാവിലെ എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ ചിക്കൻ കറി. അപ്പോൾ അത് ചൂടാക്കി എടുക്കുകയാണ്. പിന്നെ തലേന്ന് പക്കവടയുടെ മാവ് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, കുറച്ച് ബാക്കി ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതും ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇന്ന് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല, ഫുള്ള് ചൂടാക്കി എടുക്കണ പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ തലേന്ന് രാത്രി കുറച്ച് നെയ്ച്ചോറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം പക്കവട ഫ്രൈ ചെയ്തിട്ട് ആ എണ്ണയിൽ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഈ പക്കവടയുടെ റെസിപ്പി ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ലേഡീസ് പ്ലാന്റിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്തിട്ടുള്ള പക്കവടയാണ്.
പക്കാട ഫ്രൈ ചെയ്ത് കോരിയിട്ടുണ്ട്. ഞാൻ എണ്ണയിൽ തന്നെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇനി കുറച്ച് നാരങ്ങ വെള്ളം ഉണ്ടാക്കി വെക്കും കൂടെ വേണം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സ്നാക്കിലേക്ക് നിൽക്കാം. സാധാരണ നാരങ്ങ വെള്ളം കേട്ടോ, നാരങ്ങ നീരും പഞ്ചസാരയും മാത്രം. അപ്പോൾ പത്തിരി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവിടെ പത്തിരി ഇല്ലയെന്ന് പറഞ്ഞിട്ട് പൊറോട്ടയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ സ്നാക്കിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഈ ഒരു ക്യാബേജ് ഒരു 1.5 മാസത്തിലധികമായിട്ടോ. ഇതുപോലൊരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തുകൊണ്ട് തന്നെ ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ്. ഒക്കെ കട്ടിംഗ് ബോർഡിൽ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ഒരു ബൗളിലാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കലാണ് കേട്ടോ. അല്ലെങ്കിൽ വലിയൊരു പ്ലേറ്റിൽ എല്ലാം കൂടെ കട്ട് ചെയ്ത് വെക്കും. അപ്പോൾ വെജിറ്റബിൾസ് എടുത്തപ്പോൾ ഫ്രിഡ്ജിലൊരു ചെറിയൊരു കോളിഫ്ലവർ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം അതങ്ങനെ ഇരുന്നാൽ കേടൊന്ന് പോകും. അപ്പോൾ ചിക്കൻ ഫ്രൈ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആ എണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് വിനാഗിരി, അതായത് സുർക്കയും ചേർത്തിട്ടാണ് കേട്ടോ അത് തിളപ്പിക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. അപ്പോൾ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവില്ലേ, അതൊരു 2 മണിക്കൂറൊക്കെ ആയപ്പോൾ നല്ല പോലെ പൊങ്ങി സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കയ്യിൽ വെച്ചിട്ട് ഓരോ പിടി എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കുകയാണ് കേട്ടോ. കണ്ട് ഈ ഒരു ഷേപ്പിലാണ് ഞാനിപ്പോൾ ഇതൊക്കെ റെഡിയാക്കിയിട്ടുള്ളത്. ഷേപ്പൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ബോൾ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ റെഡിയാക്കാം. അപ്പോൾ ഇതുകൊണ്ട് നമ്മളൊരു സാൻഡ്വിച്ച് പോലെയാണ് റെഡിയാക്കുന്നത്. അതിനിടയിൽ ഞാൻ കുറച്ച് ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. നോമ്പായിട്ട് ചോറൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ചോറ് കഴിക്കാനൊരാഗ്രഹം. ഒരു 3 ദിവസം ചോറ് കഴിക്കാതിരുന്നപ്പോൾ ചോറ് കഴിക്കാൻ തോന്നിയിട്ട് അങ്ങനെ വെക്കുകയാണ് കേട്ടോ. ഒന്നാമത്തെ നോമ്പിൻ്റെ അന്ന് അത്താഴം കഴിക്കുന്ന സമയത്തേക്ക് വിഷുവിന് ഇവർ തന്ന ചോറില്ല, അന്ന് കഴിച്ചതാണ്. അപ്പോൾ ഇതാ ബ്രെഡ് ക്രംസ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം തന്നെ. അപ്പോൾ അത് എടുക്കുകയാണ്. സാധാരണ ബ്രെഡ് എടുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. പിന്നെ ഒരു കോഴിമുട്ട ഒരു ബൗളിലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മാവില്ലേ, അതൊന്ന് കോഴിമുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ടൊന്ന് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാനാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആദ്യം കോഴിമുട്ടയിൽ മുക്കിയിട്ട് ഈ ബ്രെഡ് ക്രംസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ ഒന്ന് തുടച്ചെടുത്തിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരെ കോഴിമുട്ടയിൽ മുക്കുക, പിന്നെ അപ്പം തന്നെ ആ കൈ കൊണ്ട് തന്നെ ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്യുമ്പോൾ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് തന്നെ ആകെ കട്ട കെട്ടിയിട്ട് നമ്മുടെ കയ്യിലൊക്കെ ആകെ ഒട്ടി പിടിച്ച് എന്തോ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കൈ തുടച്ചിട്ട് നല്ലപോലെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ബ്രെഡ് ക്രംസ് ബാക്കിയുള്ളതും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ചെയ്യുമ്പോഴും നമുക്കൊരു വൃത്തിയിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു സ്നാക്ക് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അത് കുറേ ടൈം എടുത്തിട്ട് ഫ്രൈ ചെയ്യണം. ഒരു 15 മിനിറ്റോളം എടുത്തിട്ട് ഫ്രൈ ചെയ്യണം. എന്നാലേ അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല പോലെ വെന്ത് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇല്ലേ, അതൊക്കെ ഒരു ബൗളിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. തക്കാളിയും പിന്നെ കുക്കുംബറും ക്യാബേജും ക്യാപ്സിക്കും പിന്നെ ക്യാരറ്റും, അപ്പോൾ അതൊക്കെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് കോഴിമുട്ട പുഴുങ്ങിയ കോഴിമുട്ട നീളത്തിൽ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു നാരങ്ങയുടെ പകുതിയിൽ നിന്നും നീരും ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു കോഴിമുട്ട നീളത്തിൽ മുറിച്ചതില്ലേ അത് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മയോണൈസും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം മയോണൈസാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. നല്ല ക്രീമി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ആ ഒരു നാരങ്ങ നീരൊക്കെ ചേർത്തുകൊണ്ട് തന്നെ വെജിറ്റബിൾസിന് ചെറിയൊരു പുളിയും നല്ല ടേസ്റ്റാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണം. അപ്പോഴേക്കും നമ്മുടെ ഈ സ്നാക്ക് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഉൾഭാഗമൊക്കെ വേവണമെങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ പുറം ഭാഗത്ത് ആ ബ്രെഡ് ക്രംസിലോണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും, ഉൾഭാഗം വെന്തിട്ടും ഉണ്ടാവില്ല. അപ്പോൾ ചോറ് കുക്കർ വിസിലടിച്ചപ്പോൾ അത് മാറ്റിയിട്ട് ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് നമ്മുടെ സ്നാക്ക് റെഡിയാക്കാം. ചൂട് പോയതിന് ശേഷമാണ് കേട്ടോ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അത് ചെറുതായിട്ടൊന്ന് ചൂട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. മുഴുവനായിട്ട് കട്ട് ചെയ്യരുത്, ഒരു 1/4 ഭാഗത്തോളം ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിനുള്ളിൽ കുറച്ച് ടൊമാറ്റോ സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിനുള്ളിൽ മയോണൈസ് തന്നെ വേണമെങ്കിൽ മയോണൈസും അപ്ലൈ ചെയ്യാം കേട്ടോ, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇപ്പോൾ ഞാനിവിടെ ഇതിനുള്ളിൽ ടൊമാറ്റോ സോസാണ് ചെയ്യുന്നത്. മയോണൈസ് നമ്മൾ ഫില്ലിങ്ങിനകത്ത് ചേർത്തിട്ടുണ്ടല്ലോ. എന്നിട്ട് ഇത് നല്ലപോലെ 2 സൈഡിലും കെച്ചപ്പ് അപ്ലൈ ചെയ്തതിന് ശേഷം ഉള്ളിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ സ്നാക്സ് ആ ഒരു ഫ്രൈ ചെയ്ത ബണ്ണില്ലേ, അതിന് കറക്റ്റായിരുന്നു കേട്ടോ ഈ ഒരു ഫില്ലിങ്. കുറച്ച് പോലും ബാക്കി ഉണ്ടായിരുന്നില്ല, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതുപോലുള്ള സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെജിറ്റബിൾസ് വളരെ കുറവായിരിക്കണം കേട്ടോ. വെജിറ്റബിൾസ് കൂടുതലും ചിക്കനോ അല്ലെങ്കിൽ മുട്ടയൊക്കെ ആണെങ്കിൽ അത് കുറവാകുമ്പോൾ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. ചിക്കനോ ബീഫോ മുട്ടയൊക്കെ ആണെങ്കിൽ അത് കൂടുതലായിട്ട് വേണം. വെജിറ്റബിൾസ് എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ ആ മുട്ട എടുക്കുന്ന അത്രേ പറ്റുള്ളൂ. അപ്പോൾ അതിനിടയിൽ ഞാൻ ആ കോളിഫ്ലവർ മസാല പുരട്ടിയിട്ട് അതും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നോമ്പ് തുറക്കാനൊക്കെ ആയിട്ടുണ്ട്. മണിക്കുട്ടന് സ്നാക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതെന്താന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒപ്പം നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവന് കഴിച്ചു നോക്കിയപ്പോൾ അവന് ഇഷ്ടപ്പെട്ടില്ല. കാരണം പച്ചക്കറികളൊക്കെ അങ്ങനെ ഇട്ടതല്ലേ. അവന് പച്ചക്കറികളും ഈ മുട്ടനോട് വലിയ താല്പര്യമൊന്നുമില്ല. സമൂസയൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ, ചിക്കൻ സമൂസയൊക്കെ നല്ല ഇഷ്ടമാണ് മനുവിന്. പക്ഷെ ഇതിലെല്ലാം എനിക്ക് പറ്റാത്ത സാധനങ്ങളാണല്ലോ എന്ന് പറയുന്നുണ്ട്. കണ്ടോ നമ്മുടെ സ്നാക്ക് ടൊമാറ്റോ സോസൊക്കെ അപ്ലൈ ചെയ്ത് കുറച്ചും കൂടെ ലുക്കാക്കിയിട്ടുണ്ട്. ഈ സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കേട്ടോ. അമ്പികേച്ചിക്കും വേണോട്ടനൊക്കെ നല്ല പോലെ ഇഷ്ടമായിട്ടുണ്ട്. അൽഹംദുലില്ലാ അങ്ങനെ ഒരു നോമ്പ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്